നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുറ്റതാക്കാൻ നാക് അക്രഡിറ്റേഷനിൽ 3.73 എന്ന ഉയർന്ന ഗ്രേഡ് പോയിന്റോടുകൂടി A++ കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ 2025-26 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മൂവാറ്റുപുഴയിലെ സ്റ്റേഡിയം നിർമ്മാണം പൂർത്തിയാകുന്നതോടെ പ്രദേശവാസികൾക്ക് സ്റ്റേഡിയം അപ്രാപ്യമാകില്ലെന്ന് സ്പോർട്സ് കൗൺസിൽ. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വാർഡ് കൗൺസിലറുമായ PM അബ്ദുൽ സലാം സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് MR രഞ്ജിത്തുമായി സംസാരിച്ചാണ് വ്യക്തത വരുത്തിയത്. മൂവാറ്റുപുഴ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ പ്രദേശവാസികൾക്ക് സ്റ്റേഡിയം അപ്രാപ്യമാകുമെന്ന ആശങ്ക വളരെയധികം പ്രദേശവാസികൾക്കുണ്ടായിരുന്നു. ഈ വിഷയത്തിൽ യാതൊരുവിധ ആശങ്കയും വേണ്ടെന്ന നിലപാടാണ് സ്പോർട്സ് കൗൺസിലിന്റേത്. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും സ്റ്റേഡിയം ഉൾപ്പെടുന്ന വാർഡിലെ കൗൺസിലറുമായ PM അബ്ദുൽ സലാമും കൗൺസിലർ PM സലീമും ചേർന്ന് സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് MR രഞ്ജിത്തിനെ നേരിൽ കണ്ട് സംസാരിച്ചതിനു ശേഷമാണ് ഇക്കാര്യത്തിൽ കൃത്യമായ വ്യക്തത വന്നിരിക്കുന്നത്. സ്റ്റേഡിയത്തിന്റെ ഭാഗമായ ഇൻഡോർ സ്റ്റേഡിയത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതോടെ പ്രദേശവാസികളടക്കമുള്ളവർക്ക് സ്റ്റേഡിയം അപ്രാപ്യമാകുമെന്ന പ്രചാരണത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു കൂടിക്കാഴ്ചയും വിശദീകരണവും. പ്രാദേശിക കായിക പ്രേമികളുടെ ഉന്നമനത്തിനായാണ് തദ്ദേശാടിസ്ഥാനത്തിൽ സർക്കാർ മികച്ച സ്റ്റേഡിയങ്ങൾ ഒരുക്കുന്നത്. ഇവിടെ പ്രാദേശികമായി കായിക പ്രേമികൾക്ക് മുൻഗണന ഉണ്ടാകുമെന്ന് MR രഞ്ജിത്ത് പറഞ്ഞു. കിഫ്ബി വർക്കുകൾ കേരളത്തിലെമ്പാടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് നേതൃത്വത്തിൽ നടക്കുകയാണ്. ആ കിഫ്ബി വർക്കിലൂടെ നടക്കുന്ന എല്ലാ വർക്കുകളുടെയും പൂർത്തീകരണത്തിന് ശേഷം അവിടെ അതാത് സ്ഥലങ്ങളിലെ MLA ചെയർമാനായിട്ടുള്ള മാനേജ്മെന്റ് കമ്മിറ്റി നിലവിൽ വരും. ആ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അത്തരത്തിൽ വരുന്ന ഗ്രൗണ്ടുകളോ സ്റ്റേഡിയങ്ങളോ എല്ലാം തന്നെ അതൊക്കെ തന്നെ അതിന്റെ പരിപാലനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് ആ മാനേജ്മെന്റ് കമ്മിറ്റി പരിശോധിക്കുക. ബാക്കി അതിന്റെ അധികാരവുമായി ബന്ധപ്പെട്ട് അധികാരികതയുമായി ബന്ധപ്പെട്ട് വേറെ വിഷയമില്ല. എല്ലാ അതിന്റെ അധികാരികതയും മൂവാറ്റുപുഴ നഗരസഭയ്ക്ക് മാത്രമായിരിക്കും. അതിന്റെ ഓണർഷിപ്പ് എല്ലാം തന്നെ നഗരസഭയ്ക്ക് കീഴിൽ തന്നെ നിലനിൽക്കുന്നതായിരിക്കുമെന്ന് എല്ലാവരുടെയും അറിവിലേക്കായി ഞാൻ പറയുകയാണ്. നിർമ്മാണാനന്തരം കളിസ്ഥലം നഷ്ടമാകുമെന്ന ആശങ്ക പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് അബ്ദുൽ സലാം സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് U ഷറഫലിയെയും വൈസ് പ്രസിഡന്റ് MR രഞ്ജിത്തിനെയും നേരിൽ കണ്ട് സംസാരിച്ചു. സ്റ്റേഡിയം അപ്രാപ്യമാകുമെന്ന പ്രദേശവാസികളുടെ ആശങ്കയ്ക്ക് ഇതോടെ വിരാമമായിരിക്കുകയാണെന്ന് അബ്ദുൽ സലാം പറഞ്ഞു. ഈ സ്റ്റേഡിയം സ്പോർട്സ് കൗൺസിലിന് MOU പ്രകാരം മുനിസിപ്പൽ കൗൺസിൽ വിട്ടുകൊടുക്കുകയും അതിൻ്റെ നിർമ്മാണം കഴിയുമ്പോൾ മുനിസിപ്പാലിറ്റിക്ക് ഇതിനകത്ത് അധികാരമൊന്നും ഇല്ല എന്നുള്ള തരത്തിലുള്ള ഒരു ചർച്ചകൾ നാട്ടിൽ നടന്നതിനെ തുടർന്ന് ഇന്നലെ ബഹുമാനപ്പെട്ട സ്പോർട്സ് കൗൺസിലിൻ്റെ ചെയർമാനെ U ഷറഫുദ്ദീൻ സാറിനെ ഫോണിൽ വിളിക്കുകയും അദ്ദേഹം വളരെ അസന്നിഗ്ധമായി അതിൻ്റെ കാര്യങ്ങൾ വളരെ അക്കമിട്ട് പറയുകയുണ്ടായി. ഈ സ്റ്റേഡിയത്തിൻ്റെ പൂർണ്ണ അവകാശവും ചുമതലയും മോൻ്റെ മുനിസിപ്പാലിറ്റിയിലെ എല്ലാ കാലത്തും നിക്ഷിപ്തമായിരിക്കും എന്ന് അദ്ദേഹം അർത്ഥസംഖ്യക്കിടയില്ലാത്ത വിധം പറഞ്ഞിട്ടുണ്ട്. ഈ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അതിനൊരു മോണിറ്ററിംഗ് കമ്മിറ്റി വരും. ആ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ അപ്പോഴത്തെ മുനിസിപ്പൽ ചെയർമാനും സെക്രട്ടറി മുനിസിപ്പൽ സെക്രട്ടറിയും അതുപോലെ നഗരത്തിലെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വാർഡ് കൗൺസിലർ സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രതിനിധി അടക്കമുള്ള ഒരു മോണിറ്റർ കമ്മിറ്റി ആയിരിക്കും ഇതിൻ്റെ മാനേജിങ് നിയന്ത്രിക്കുന്നത്. ഇത് പറഞ്ഞു പരത്തുന്നത് പോലെ മൂവാറ്റുപുഴക്കാർക്ക് ഇത് അപ്രാപ്യമല്ല എന്നുള്ളത് തികച്ചും തെറ്റിദ്ധാരണാജനകമാണെന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറയുകയുണ്ടായി. ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ഞാൻ കണ്ടത് അവളുടെ ആത്മവിശ്വാസവും അവളുടെ പ്രതീക്ഷയും അവളുടെ വളർച്ചയും. ദാ ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ്. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം.